എല്ലാവരും ശബ്ദം ഉയർത്തി രാത്രിയിൽ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അല്പം കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഈ പ്രഥമ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാനും പാടുവാനും ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അല്പം വൈകിയാണ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ മീറ്റിങ്ങിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ ദൈവനാമത്തിൽ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. ഇത്രയും സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ അല്പം ലേറ്റ്നെസ് ഉണ്ടാകും. ക്ഷമയോടെ കാത്തിരുന്നതിലും ഒരുമിച്ച് ആരാധിക്കാൻ നിങ്ങൾ കടന്നു വന്നതിനും കർത്താവിനെ നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി എത്ര പേർ വിശ്വസിക്കുന്നു ഈ ബ്ലെസ്സിങ് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന്? ഒരാമേൻ പറഞ്ഞേ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ, തുടർന്നുള്ള മിനിറ്റുകൾ മണിക്കൂറുകൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തും. അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യൻസ് നമ്മോടൊപ്പം ഉണ്ട്. അവരോടുകൂടെ ചേർന്ന് രാത്രിയിൽ സർവശക്തനായ, ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. നിൻഹിതം പോലെ നടത്തണം, പോകേണ്ട വഴി കാണിച്ചു തരണം. അത് നന്നായി വ്യക്തമായി സിൻസിയറായിട്ട് നമുക്ക് കാണിച്ചു തരാൻ കരുത്തുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഉയരത്തിൽ യേശു മാത്രമാണ്. ആ യേശുവിനെ പ്രാരംഭമായി ഉയർത്തി നമുക്ക് പാടാം. നിൻഹിതം പോലെ നടത്തണം. താങ്ക് യു ലോർഡ്. നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്ന
പരിചയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപവീതിയെ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. കരങ്ങൾ തട്ടി ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ചേർത്തടിച്ചു 1-2 മിനിറ്റുകൾ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ എത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ആ കരങ്ങൾ ഒന്ന് കൊടുത്തു പറഞ്ഞേ, എൻ്റെ ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ലെന്ന്. നിങ്ങൾ ആ വാക്കുകളൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ചൊന്ന് പറയണം. നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ, ഈ ശുശ്രൂഷകൾ കടന്നു വരുമ്പോൾ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുണ്ട്. കടഭാരങ്ങൾ, നിരാശകൾ, നിന്ദകൾ, ഒറ്റപ്പെടൽ, ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ സഹിച്ച് നടക്കുന്നവരാ. പക്ഷേ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു വിടുതലുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതം ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്യും. പറഞ്ഞേ, ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല, തന്നാമത്താൽ സാധ്യം എല്ലാം എല്ലാം. നമുക്ക് ഒരുമിച്ച് പാടാം. ആ വരികൾ പാടുമ്പോൾ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടുകൂടെ ആ വരികൾ പാടാം. ബൈബിളിൽ പറയുന്നു, എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പറയാം. ഇല്ല, തന്നാമത്താൽ എല്ലാം എല്ലാം സാധ്യം. ചേർന്ന കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. Come on. Come on. Hallelujah. കരങ്ങൾ തട്ടിയേ. എൻ ദൈവത്താൽ കഴിയാത്തതാൽ ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാം. പാടമോ? വല്ലവൻ ചൊല്ലിൽ, വല്ലവൻ ചൊല്ലിൽ എല്ലാമാകും. ഇല്ല വേറില്ല നാമം, വന്മതിൽ പോലുള്ള ദുഃഖവും വൻകരത്താൽ നീങ്ങിടും. നേരിന്റെ വഴി നടന്ന നന്മകൾ ദിനവും നൽകുമേ. വിശ്വസ്തൻ നീതിമാൻ സർവ്വത്തിൻ നായകൻ. വിശ്വസ്തൻ പറഞ്ഞ്, നീതിമാൻ സർവ്വത്തിൻ നായകൻ.
വൻരോഗങ്ങൾ ഏതുണ്ട്? ഇല്ല ഇല്ല. ആ വാക്കുകളൊന്ന് പറയാമോ? എൻ യേശുവിൻ നാമത്താൽ മാറാത്തതാ വൻരോഗങ്ങൾ ഏതുണ്ട്? ഇല്ല ഇല്ല. വചനം നൽകിയിടും വിടുതൽ യാചന കേൾക്കുന്നതാ വിജനമാ മരുഭൂമി യാത്രയിൽ ആശയനായി കൂടെ വരും വീഴാതെ താങ്ങും കരുത്താ താഴാതെ ഉയർത്തും കരുത്താ വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിൻ നായകൻ വിശ്വസ്തൻ നീതിമാൻ സൈന്യത്തിൻ നായകൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ നിരാശഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും സന്തോഷാനുഭവങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഇന്നുണ്ട്. വലിയൊരു ചോദ്യചിഹ്നം. ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആർക്കും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് ഒരു സത്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർ ചെയ്ത സത്യങ്ങളും അവർ പറഞ്ഞ വാക്കുകളും അസ്തമിക്കുമ്പോൾ നിന്റെ ചെവിയിൽ ആരോ വന്ന് പറയും, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എവറി ടൈം നിന്റെ ഒപ്പം ഞാനുണ്ട്. ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ലോകാവസാനത്തോളം പലപ്പോഴും ഞാൻ ഈ വാക്യം കേട്ട്, ഈ വാക്യം പറഞ്ഞ് കർത്താവ് ഞാൻ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. എന്താ വാക്ക്? ലോകാവസാനത്തോളം എല്ലാ നാളും തീർന്നില്ല. നിന്റെ തലയിലെ മുടി നരയ്ക്കുവോളം, കൊഴിയുവോളം, അത് കൊഴിഞ്ഞു പോകുന്നത് പോലും എൻ്റെ യേശുവപ്പയ്ക്ക് അറിയാം. ഇന്ന് പകൽ ഈ രാത്രിയിൽ ഈ പരസ്യവേദിയിൽ അഭിമാനത്തോടുകൂടെ ഞാൻ പറയാം, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും, ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി തുണയായി, സങ്കേതമായി എൻ്റെ യേശു കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തലയ്ക്ക് മീതെ കരങ്ങൾ ഉയർത്തി. എൻ്റെ യാത്രകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടി ആരാധിക്കുന്നതും കർത്താവിൽ ആശ്വസിക്കുന്നതുമായിട്ടൊരു ഗാനമാണ്. ഞാൻ പല വേദികളിലും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ പാട്ടുകളും ഞാൻ പാടത്തില്ല. എല്ലാ പാട്ടും ഞാൻ പാടത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ കേൾക്കുന്ന വരികൾ എന്നെ സ്പർശിക്കുന്നുവെങ്കിൽ, അതിൽ യേശുവിൻ്റെ ജീവൻ, സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പാടിയിരിക്കും. ഇന്ന് പകൽ ഞാൻ ഈ പാടുന്ന വരികൾ എന്നെ ഒത്തിരി പിടിച്ചു നിർത്തിയ വരികളാണ്. ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, കൺഫ്യൂഷനായി ജീവിതം മതി, ഇനി എനിക്ക് ജീവിതം വേണ്ട, ആത്മഹത്യ മാത്രമാണോ നീ ചിന്തിക്കുന്നത്? എന്നാൽ ഇന്ന് പകൽ നിത്യമായ ജീവൻ തരുന്നൊരു യേശുവിൻ്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ ഇവർ നിറഞ്ഞു നിൽക്കുന്നതിനായി ഞാൻ സ്വർഗത്തിന് നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പാടാം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എൻ്റെ യേശു മാത്രം മതി. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാൻ കഴിയുമോ? എൻ്റെ മുമ്പിൽ സമയം ഒത്തിരിയില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ജീവനോടെ, ആരോഗ്യത്തോടെ, സൗന്ദര്യത്തോടെ യേശു ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നെങ്കിൽ നന്ദി പറയേണ്ടത് ദൈവത്തോട് മാത്രമാകട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ.
എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ, യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. നിങ്ങളുടെ കരങ്ങൾ ആ നെഞ്ചത്തോട് വെച്ചൊന്ന് പറയാമോ? സുഖമുള്ള കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, യേശു കൈവിടില്ല. സുഖമുള്ള കാലം, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. ആ രണ്ട് കണ്ണുകളും അടച്ച് ഇന്ന് രാത്രിയിൽ ആ സ്നേഹം നൽകിയ, ആ സുഖം നൽകിയ ആ യേശുവിനെ ഉയർത്താൻ പറ്റുന്നവരെല്ലാം ശതമുയർത്തി ഹൃദയങ്ങൾ തുറന്ന് എന്റെ എന്റെ പ്രാണ ശതമുയർത്തി യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണ ശതമുയർത്തി എന്റെ ഞങ്ങൾക്ക് ഉയർത്തുവാൻ, ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ, ഞങ്ങൾക്ക് പാടുവാൻ ഇന്ന് രാത്രി നാഥാ അങ്ങല്ലാതെ മറ്റാരുമില്ല. എന്റെ സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം. രാത്രിയിൽ ആ യേശുവിനെ എത്രയൊക്കെ വേണോ? നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഈ പരസ്യവേദിയിൽ ഇത്ര ഇരുന്ന് കാണാൻ എന്താ ഉള്ള ജോയലേ? 14 വർഷങ്ങൾക്ക് മുൻപ്
കഞ്ചാവിനും മയക്കുമരുന്നിനെല്ലാം അടിമയായി, ജീവിതത്തിൻ്റെ ലക്ഷ്യമെല്ലാം തളം തെറ്റിയവനായി. ഇവിടെ 6.5 കിലോമീറ്റർ വരും ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റൽ സൈക്കാട്രി ട്രീറ്റ്മെന്റിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വലിയ ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ ഉയർന്നു വന്നു. ഇനി എങ്ങനെ എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകും? ആരെന്നെ സഹായിക്കും? എൻ്റെ ഫാമിലി വലിയ ഫാമിലി ഒന്നുമല്ല. എന്നെ അറിയുന്ന എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, സച്ചിൻ ഉൾപ്പെടെ. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസും എൻ്റെ ഫാമിലി എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളവർ. ഒരു സാധാരണക്കാരൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിലെ ഫാദറിൻ്റെ മകനായിട്ടാണ് ജനിച്ചു വളർന്നത്. തീർത്തും കഷ്ടപ്പാടും പട്ടിണിയും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും സഹിച്ച് കേട്ടു വളർന്ന നിമിഷങ്ങൾ. ഒറ്റമുറി പാസനേജാ, ഒറ്റമുറിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഞങ്ങളെല്ലാം ഇറങ്ങി മാറി വേറെ വല്ലോണം കിടന്നോണം. കഴിക്കുന്നതും കുടിക്കുന്നതും ഒരുങ്ങുന്നതും ഒറ്റമുറിയിൽ. ഈ ഒറ്റമുറി പാസനേജിൽ കിടന്നുകൊണ്ട് ഒത്തിരി സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന പല കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അഡ്വക്കേറ്റ് ആകണം. ഇതുപോലെ സ്വപ്നങ്ങളുമായി ജനിച്ച വളർന്ന ഒരു പാസനേജ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ പറയാൻ ഭയമായിരുന്നു, പറയാൻ പേടിയ. കാരണം ഒരു പക്ഷെ അതാകാൻ കഴിഞ്ഞില്ലെങ്കിലോ. എനിക്കൊരു ചേട്ടായുണ്ട്, 4 പേരടങ്ങുന്ന കുടുംബം. പട്ടിണി എന്തെന്നറിയാത്ത സമയത്ത് പട്ടിണി കിടന്ന അനുഭവങ്ങൾ. നല്ലൊരു ഡ്രസ്സ് മാറി ഉടുക്കാൻ കഴിയാതെ തുന്നി പീന്തൽ വന്ന ഡ്രസ്സ് ഇട്ട് ക്ലാസ് മുറിയിലും കോളേജ് മുറിയിലും പോയ സമയങ്ങൾ. അവസാനം ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ, എൻ്റെ കൊച്ചു ബുദ്ധിയിൽ, എൻ്റെ മന്ദബുദ്ധിയിൽ നിന്ന് വേണേ പറയാം, എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന യേശു സത്യമല്ല, കള്ളമാണ്. അവർ യേശുവിനെ ഉയർത്തുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു. പക്ഷെ വീട്ടിൽ പട്ടിണി, കഷ്ടപ്പാട്. ശരിക്കും യേശു ഉണ്ടോ? ചോദ്യം ഉയർന്നു വന്നു. കോളേജിലും ക്ലാസ് മുറിയിൽ പോകുമ്പോൾ നല്ല നല്ല വസ്ത്രം കൊടുത്ത് മറ്റു മത കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പട്ടിണിയാണോ ജീവിത അവസാനം വരെ? പലപ്പോഴും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, യേശുവിനെ നോക്കി പ്രാഗിയിട്ടുണ്ട്. യേശു ഉണ്ടോ എന്നൊരു സങ്കല്പം പോലും ഇല്ലാത്ത സമയത്ത് അന്ന് എൻ്റെ ഉള്ളിൽ കയറി വന്നൊരു സ്വപ്നമായിരുന്നു, ഒരു അഹങ്കാരമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. എങ്ങനെ ഒരു പണക്കാരനാകണം, പൈസ ഉണ്ടാക്കണം. അതിനെന്തെല്ലാം എളുപ്പവഴികൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കണ്ടെത്താൻ തുടങ്ങി. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം മലബാറിലാണ്, മലപ്പുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പപ്പ പള്ളിയിലെ ഫാദർ ആയതുകൊണ്ട് ട്രാൻസ്ഫറായി ഏകദേശം അവസാനം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. ഏകദേശം 15 വർഷം ഏറെ ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുക. എൻ്റെ 10ാം ക്ലാസ് പഠനം മുതൽ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്ന് ഞങ്ങൾ ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ലക്ഷ്യം ഭയങ്കരമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണമെന്നൊന്നുമല്ല, പൈസ ഉണ്ടാക്കണം. പഠിക്കാൻ വലിയ കഴിവുള്ളവനൊന്നുമല്ല, പക്ഷേ ഒരു കണക്കിന് 10ാം ക്ലാസ് എല്ലാം തട്ടിമുട്ടി പാസ്സായി. കാരണം ഉള്ളിലെ ആഗ്രഹം മൊത്തം പണമായതുകൊണ്ട് എങ്ങനെയൊക്കെ ജയിച്ചാൽ മതി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു, പപ്പാ എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യം ഡ്രോയിങ് ചെയ്യാൻ അറിയാം. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോളേജിൽ എന്നെ ചേർക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അവിടെ പഠിക്കാൻ കഴിയും. ഞാൻ ഈ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ കാനായി കുഞ്ഞിരാമൻ, MA ബേബി, ഉത്തരാണ്ടിൽ നിർമ്മാർ താണ്ഡവർമ്മ, പന്യൻ രവീന്ദ്രൻ, മേയർ ജയൻ ബാബു തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരിൽ നിന്ന് കലാപരമായി ഡ്രോയിങ്ങിൽ അവാർഡുകൾ നേടുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ചെന്നു, അഡ്മിഷൻ ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ പ്രിയരെ 3 മാസം കഷ്ടിച്ച് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ അപ്പയ്ക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ അപ്പയിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, പട്ടിണിയാണെങ്കിലും കഷ്ടമാണെങ്കിലും നിരാശയാണെങ്കിലും എൻ്റെ പപ്പ പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടില്ലായിരുന്നു. അതിന് നിങ്ങളൊരു ആമയെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയെങ്കിൽ ഈ കല്ലയം മണ്ണിൽ, ഈ പള്ളിമുഖ ദേശത്തോട് നോക്കി ഞാൻ പറയാം, പ്രാർത്ഥനയുടെ ശക്തിക്ക് ചിലതിനെ മടക്കി കൊണ്ടുവരാൻ പറ്റും. വിശ്വസിച്ചൊരാമൻ പറഞ്ഞാട്ടെ. പ്രതീക്ഷകളെല്ലാം കൈവിട്ട് കോളേജിൽ ഇറക്കി വിട്ടു. കോളേജിൽ പഠിക്കാൻ പറ്റില്ല.
പണത്തിനു വേണ്ടി സുഹൃത്തുക്കളെ സ്നേഹിച്ചു. പണത്തിനു വേണ്ടി സുഹൃത്തുക്കളുമായിട്ട് അമിതമായ ബന്ധം. വാക്കുകൾ തീർപ്പിക്കുന്നില്ല, സമയം എൻ്റെ മുമ്പിൽ ഒട്ടുമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കണമല്ലോ. അവസാനം സ്നേഹിച്ചു വളർത്തിയ പപ്പയും മമ്മിയും മറന്ന് നീണ്ട 1.5 വർഷങ്ങൾ കൂട്ടുകാരുമായി ഒരു മുറിയിൽ താമസം ആരംഭിച്ചു. എന്തെല്ലാം മയക്കുമരുന്നുകൾ ഈ ലോകത്തിൽ ലഭിക്കുമോ അതെല്ലാം 16, 17, 18 വയസ്സിൽ എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം പബ്ലിക്കിൽ ഇറക്കുവാൻ കഴിയാതെ വണ്ണം ഒരു മനോരോഗി അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എന്ന നിലയിൽ കണ്ടെത്തി എന്നെ ഏകദേശം 3 മാസം സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു മുറിയിൽ അടച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ കരുതി എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു, എനിക്കിനി ഒരു പുതിയ വഴിയില്ല. കാരണം കുടുംബക്കാരും സഹോദരങ്ങളും സ്നേഹിതരും എല്ലാവരും പറഞ്ഞു, ഇവൻ ജനിച്ചതും ഇവൻ വളർന്നതും ശാപമാണ്, ഇവനിനി ജീവിതമില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ സ്ഥലത്ത് ഒരു സത്യം ഞാൻ പറയാം. അന്നുവരെ ഞാൻ അറിയാത്ത, അന്നുവരെ ഞാൻ അനുഭവിക്കാത്ത ആ യേശുവിൻ്റെ സ്നേഹം അന്ന് രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ രാത്രിയിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കല്ലയം മണ്ണിൽ നോക്കി ഞാൻ പറയാം, ഒരു മദ്യപാനത്തിനും ഒരു മയക്കുമരുന്നിനും ഒരു യുവാവിനെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന ആരാധന ശത്രു കെട്ടിവച്ചിരിക്കുന്ന സകല പോരുകളെയും ഇന്ന് രാത്രിയിൽ അഴിച്ചു മാറ്റുന്നതാണ്. പറഞ്ഞാട്ട് ഞാനൊരു പള്ളിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. നന്നായി കൈയടിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. എല്ലാം തകർന്നൊറ്റപ്പെട്ട സ്ഥലത്ത് അന്നാണ് ഞാൻ യേശു ആരെന്ന് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വാക്കുണ്ട്, അവൻ ആരെയും കൈവിടുന്ന കർത്താവല്ല. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകളോർത്ത് നിങ്ങൾ കരയുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നെ മാറ്റിമറിച്ച യേശുവിന്റെ സ്നേഹം അവരെ മാറ്റിമറിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഒരു ഇരിപ്പിടങ്ങളെ വിട്ടും എഴുന്നേറ്റ് നിന്നാട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച രണ്ട് കരങ്ങളും ഇന്ന് രാത്രിയിൽ സ്വർഗത്തോട് പറഞ്ഞ് ചില അസാധ്യങ്ങളെ ഇന്ന് രാത്രിയിൽ സാധ്യമാക്കുന്ന രാത്രിയാണെന്ന്. കമോൺ കമോൺ, രണ്ട് കണ്ണുകളും അടച്ചു. എത്ര വിശ്വസിക്കുന്നു? രാത്രിയിൽ ഗ്രൗണ്ടിൽ ആരാധന ഉയരുമ്പോൾ ചില ആത്മഹത്യയുടെ ശക്തികൾ ക്യാൻസൽ ആകട്ടെ, മയക്കുമരുന്നിന്റെ ശക്തികൾ ക്യാൻസൽ ആകട്ടെ. ഈ 3 ദിനരാത്രങ്ങളിൽ അസാധാരണമായത് ഒന്ന് 2 മിനിറ്റുകൾ കരങ്ങളേക്ക് അടിച്ച്, കരങ്ങളൊന്ന് അടിച്ച് നന്നായ കരങ്ങൾ തട്ടി. യെസ് 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 യെസ്. അഭിഷേകം പ്രാപിച്ചവരെല്ലാം കരങ്ങൾ അടിച്ച്. എന്നെ മാറ്റി യേശു നിങ്ങളെ മാറ്റാൻ സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. രാമൻ പറഞ്ഞാട്ടെ ആമേൻ. ബൈബിൾ ഒരു വാക്യമുണ്ട്, 43-ാം യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയരെ, നമ്മൾ ആരാധിക്കുന്നത് ഉലകത്തിലെ ഒരു ഛോട്ട ദൈവത്തെ അല്ല, ഉയരത്തിലെ ദൈവത്തെയാണ്. നീ ആരാധിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു മതദൈവത്തെ അല്ല, മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ. അങ്ങനെയെങ്കിൽ നീ ആരാധിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി സകല വാതിലും തുറക്കാൻ കരുത്തുള്ള ദൈവത്തെ. ആ 2 കരങ്ങളും വിശ്വസിച്ച് ഒരുമിച്ച് ആത്മാവിൽ ആ കരങ്ങൾ തട്ടി. യെസ്, 2 കരങ്ങളും ചേർത്തടിച്ച് നിന്നെ വിടുവിപ്പാൻ, നിന്നെ സഹായിപ്പാൻ ആ യേശുവിന്റെ കരം ഈ കല്ലയ മണ്ണിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ചേർത്തടിച്ച് ഹല്ലേലൂയ.
വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടുമേ. പറഞ്ഞേ, വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടുമേ. തുണ എനിക്കേശുവാ, കുറവൊന്നുമില്ലതാ. അനുദിനം നിഴലിൽ മറവിൽ വസിച്ചിടും. തുണ എനിക്കേശുവാ, കുറവൊന്നുമില്ലതാ. അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിടിയേ. ആകുലവേളകളിൽ വന്നാപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പി. തുണ എനിക്ക് ആ കണ്ണുകൾ അടച്ച കരങ്ങൾ അടിച്ച് അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവൊന്നുമില്ലതാ. അനുദിനം തന്നിടലിൽ മറവിൽ. അറിയുന്നവർ ചേർന്ന് പാടിയ ശരണമവൻ, ശരണമവൻ തരും തൻ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമാ പരമനി പാരി. തുണ എനിക്കേശുവാ. ആരാധിച്ചേ. അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവൊന്നുമില്ലതാ. അനുദിനം തന്നിടലിൽ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടും. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തി. തുണ എനിക്കേശു. അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവൊന്നുമില്ലതാ. അനുദിനം തന്നിടലിൽ യേശു നല്ലവൻ. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൽ നീരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പേരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവമഹത്വവും ജ്ഞാനവും രാത്രിയിൽ കല്ലയം മണ്ണിൽ നിന്ന് ഉയരട്ടെ. ആരാധന ശക്തിയും ബലവും യേശുവിന്. എൻ കാലുകളെ ഭാരമേ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ ഭാരമേ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കുണർന്നു എൻ ദൈവത്തിന് സ്തുതി. പുതിയൊരു എൻ ദൈവത്തിന്
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. ഓ ഹല്ലേലൂയ. Come on. ഉറക്കെ വിളിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങിയേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, ഈ ചെയ്തവൻ മകൾ. പറഞ്ഞേ നന്ദി യേശുവേ, ഈ ചെയ്തവൻ മകൾ. ഒരിക്കൽ കൂടെ ചേർന്ന് നന്ദി യേശുവേ, നന്ദി യേശുവേ, ഈ ചെയ്തവൻ മകൾ. 1000 നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ദയയല്ലയോ. ഓ ശക്തിയാലല്ല, കൈയുടെ ദയയല്ലയോ. ശക്തിയാലല്ല, കൈയുടെ ദയയല്ലയോ. ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞേ നന്ദി യേശുവേ. രാത്രിയിൽ ആരാധിക്കുന്ന ജനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. യെസ്, അതരങ്ങൾ ചലിപ്പിച്ച് സ്തുതിയുടെ ശബ്ദമുയരട്ടെ, സ്തോത്രത്തിന്റെ ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രിയിൽ അതരങ്ങൾ തുറന്ന് എല്ലാ കണ്ണുകളും അടച്ച് ഓ നന്ദി യേശുവേ. ഓ നീ ചെയ്ത നന്മകൾ. We worship you. Hallelujah. Yeshua. We worship you. രണ്ട് കരങ്ങളും ചേർത്തടിച്ച് 1-2 മിനിറ്റുകൾ കർത്താവിനെ ആരാധിച്ചു തുടങ്ങി. രാത്രി നിന്റെ ആരാധനയിൽ നിനക്കെതിരെ ശത്രു വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ശിവന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാ കരങ്ങൾ തട്ടി. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. രണ്ട് കരങ്ങളും തലക്ക് വീതം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശു. വായികൾ തുറന്ന് പറഞ്ഞേ ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തി
Come on, come on. ഓ മഹത്വവും ഞങ്ങളുടെ പ്രിയ പിതാവേ, സകല മഹത്വത്തിനും സകല സ്തുതികൾക്കും അങ്ങ് മാത്രം യോഗ്യൻ. ഇന്ന് രാത്രിയിൽ അങ്ങ് ഉയർത്തുവാൻ അങ്ങേ പാടുവാൻ ഞങ്ങൾക്ക് ലഭിച്ച സമയത്തിനായി നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളുടെ സാന്നിധ്യം തുടർന്നുള്ള മിനിറ്റുകൾ, മണിക്കൂറുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകട്ടെ. ദൈവസാന്നിധ്യത്തിൽ ഞങ്ങളെ മൂടട്ടെ. ദൈവം ഞങ്ങളുടെ രാത്രിയിൽ സംസാരിക്കട്ടെ. അത്ഭുതമായത്, അതിശയമായത് രാത്രി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ചെയ്യുന്നതിനായി നന്ദി. എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ബ്ലെസ്സിങ് ആയിരുന്നു ഇന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിന്ന ഈ നിമിഷം, ഹല്ലേലൂയ, അത് മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം ഒരു പുതിയത് ചെയ്യും. ഹല്ലേലൂയ. ഈ സമയം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നല്ലതെടുത്തേട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ബ്രദർ ജോയൽ ഒരു പാടുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി നാം കൊടുക്കുന്നു. போல யாருண்டு, நன்மை செய்ய நீருண்டு, உம்மைத்தானே நம்புவேன் தேவா. உம்மை போல யாருண்டு, நன்மை செய்ய நீருண்டு, உம்மைத்தானே நம்புவேன் தேவா. உம்மைத்தான் இந்த வாழ்வில் ஆதாரமாய் நினைத்து உள்ளேன். நீரில்லா இந்த வாழ்க்கை வீணாத்தானே போகுதையா. உம்மைத்தான் இந்த வாழ்வில் ஆதாரமாய் நினைத்து உள்ளேன். நீரில்லா இந்த வாழ்க்கை வீணாத்தானே போகுதையா. எல் ஷடாய் ஆராதிப்பேன், எல்லோஹீம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன், யேசுவா ஆராதிப்பேன், எல் ஷடாய் ஆராதிப்பேன், எல்லோஹீம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன், யேசுவா ஆராதிப்பேன். கண்ணீரை துடைத்தவர், காலமெல்லாம் கண்மணி போல கரம் பிடித்து காத்தவரே. கலங்கி நின்ற என்னை கண்டு கண்ணீரை துடைத்தவரே, காலமெல்லாம் கண்மணி போல கரம் பிடித்து காத்தவரே. எல் ஷடாய் ஆராதிப்பேன், எல்லோஹீம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன்,
യേശുവായി ആരാധിപ്പേൻ, എൽ ശദായ് ആരാധിപ്പേൻ, എലോഹീം ആരാധിപ്പേൻ, അദോനായ് ആരാധിപ്പേൻ, യേശുവായി ആരാധിപ്പേൻ. நிறைவே நீர் வாருமே, நிறைவே நீர் வேற்றுமே, நிறைவே நீர் போதுமே, ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேற்றுமே, நிறைவே நீர் போதுமே, ஆவியானவரே.